ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ വീണ്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു മാൾസിന്റെ ഒരു ട്രെൻഡിങ് വൈറൽ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ, നമ്മുടെ 01 ഇപ്പോൾ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കുകളിൽ ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു മാൾസിന്റെ ലീഡിംഗ് ലേഡി പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. അതേപോലെ മാൾസിന്റെ ഒരുപാട് ലിപ്സ്റ്റിക്, മാൾസ് അല്ലാത്ത വേറെ വേറെ കുറേ ബ്രാൻഡുകളും ഇപ്പോൾ ഇൻസ്റ്റയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരായിട്ടുള്ള ഗേൾസ് വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ലിപ്സ്റ്റിക് ഇഷ്ടമില്ലാത്ത ഗേൾസിന്റെ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഞാനൊക്കെ ഇതിലൊരു അഡിക്റ്റ് ആണ്. ദിവസം ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഒരുപാട് തവണ, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തവണ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ലിപ്സ്റ്റിക്. ലിപ് ബാം യൂസ് ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക് മസ്റ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ കൂടിയും ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല, എനിക്കില്ല. ഞാൻ എന്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ദെൻ അങ്ങനെ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ റിവ്യൂ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേര് ലിങ്ക് ചോദിച്ച് കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എനിക്ക് ഇത്രയും പേര് ലിങ്ക് ചോദിച്ചിട്ട് ഒരു 60 മേലെ എനിക്ക് ലിങ്ക് ചോദിച്ചിട്ട് കുറേ പേര് കമന്റ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ ഭയങ്കര റീച്ച് ആയിട്ടുള്ള അക്കൗണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും പേര് ലിങ്ക് ചോദിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതൊരു ഷെയ്ഡിനെ കുറിച്ച് പറയുന്ന കാര്യം കൊണ്ട് അടിപൊളിയാണ്. ഇതൊരു എന്താ പറയുക, ഇതിന്റെ ടെക്സ്ചറാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. ശരിക്കും നമുക്ക് ലിപ്പിൽ ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല, അത്രയ്ക്കും ഗുഡ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇപ്പോൾ ഞാനായിട്ടുള്ള ഷെയ്ഡ് അതല്ല കേട്ടോ, ഈ ഒരു ഷെയ്ഡല്ല, ഈ ഒരു ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു ഷെയ്ഡാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനൊരു ലിപ് ലൈനർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ലിപ്പിലിട്ടുള്ള എൻ്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഫേസില്ല, ലിപ്പ് ഒന്ന് ഡാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ലിപ് കോമ്പോ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ല അടിപൊളി ഒരു എന്താ ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. നമുക്ക് ലിപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നില്ല, അത്രയ്ക്കും അടിപൊളി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ദെൻ ഇനി ഞാൻ ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ആ ഒരു ലിപ്സ്റ്റിക്കിൽ ലിങ്ക് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കണം കേട്ടോ, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഒരുപാട് പേർക്ക് ഞാൻ എന്താ പറയുക, മാൾസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മാൾസിന്റെ ബ്രാൻഡ്. ഞാനിപ്പോൾ റീസെന്റ് മാൾസിന്റെ ഒരുവിധം എല്ലാ ലിപ്സ്റ്റിക്കും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു മാൾസിന്റെ ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. ഈ ഷെയ്ഡ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒട്ടുമിക്ക എല്ലാ ഗേൾസിനും ഈ ഒരു ഷെയ്ഡ് അറിയുണ്ടാവും. ഫെയർ ടു മീഡിയം സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് സൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണിത്. ഇത് യൂസ് ചെയ്താൽ ഇത് നിങ്ങൾ 2, 3, 4 തവണ യൂസ് ചെയ്യും. ഇത് ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഞാനിപ്പോൾ അല്ല, കുറച്ച് കാലം മുന്നേ ആയിരുന്നു ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ മാൾസിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡിനോട് കുറച്ചും കൂടെ അഡിക്റ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ്. ഇത് ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ട് കുറേ ആയി കണ്ടോ, നിങ്ങൾക്ക് ഇതിന്റെ യൂസേജ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതാ പോയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഷാർപ്പനർ ഉണ്ടെങ്കിൽ ഷാർപ്പനർ വെച്ച് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ശരിക്കും ഇതും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇതും ഈ ഒരു ഷെയ്ഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു തരം പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെ തോന്നുമായിരിക്കും. ഇതൊരു കോഫി എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ കളർ ഷെയ്ഡ്, ന്യൂഡ് കളർ ഷെയ്ഡായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. രണ്ടും 2 ടൈപ്സ് ഓഫ് ഷെയ്ഡ്സ് ആണ്. ബട്ട് ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിപ്പിലിട്ട് കാണിച്ചു തരണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ തുടച്ചതും കിട്ടാം കേട്ടോ. ഫസ്റ്റ് ടൈം ഈ ഒരു ലിബാം ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ലിപ്പിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ഷെയ്ഡ് മേടിച്ചാൽ മതി, അടിപൊളിയാണ്. അത്രയ്ക്ക് നല്ല ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണണമെന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സ്കിന്നിന് ഇതൊരു ഡാർക്ക് ലിപ്സ്റ്റിക് ആയിട്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടത്. കാരണം അത്രയ്ക്ക് നല്ല ഷെയ്ഡാണ്. ഇത് മേടിക്കാത്തവരാണെങ്കിൽ മേടിക്കുക. ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. സോ ഇത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ ലിങ്ക് വേണമെന്നായിരുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഗൈസ് ബൈ.